അതെ മോളെ ഇത് ബാഗിലേക്ക് വെച്ചോ. മോൾക്ക് ഇഷ്ടപ്പെട്ട ഇഞ്ചുംപുളിയാണ്. മോളുടെ കാര്യത്തിൽ അച്ഛൻ ഇപ്പോഴൊരു ആശ്വാസമായത്. മോൾ ആഗ്രഹിച്ച ജോലിയും നല്ല ശമ്പളവും. ഏട്ടാ നിങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയില്ലേ? അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, നീ ടെൻഷൻ ആവണ്ട. അമ്മ പേടിക്കണ്ടമ്മ, എല്ലാം ഓക്കെയാണ്. അച്ഛൻ നാളെ രാവിലെ 6 മണിക്കല്ലേ പോകേണ്ടത്? അതെ അതെ, അപ്പൊ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്താം. 6 മണിക്ക് തന്നെ നമുക്ക് പോവാം. അതെ മോളെ. എന്തോ മോൾക്ക് എന്താ ജോലി എന്ന് പറഞ്ഞേ? അമ്മയ്ക്ക് അത് അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. നാളെ മുതൽ ട്രൂ വിഷൻ ന്യൂസ് ചാനലിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് ഞാനാണ്. ഞാൻ ആഗ്രഹിച്ച ജോലി. ഇന്നാട്ടിലെ പല പ്രമുഖരുടെയും തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഞാൻ പുറത്തു കൊണ്ടുവരും. എനിക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. സമാധാനം ഉണ്ടാവില്ല. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്നതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടില്ല. അവസാന വിജയം നന്മയുടേതായിരിക്കും. അച്ഛനുണ്ട് കൂടെ, മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അതെ, ഞാൻ എന്തോ പറയാൻ മറന്നല്ലോ. ഇവളുടെ ഒരു കാര്യം 24 മണിക്കൂറും അതെ അതെ. നീ പോയി ഒരു ചായ എടുത്തേ. മോൾക്ക് ചായ വേണോ? ഹലോ, എന്താ എന്താ പെട്ടെന്ന്? ഹലോ ഹലോ, എന്തു പറ്റി മോളെ? നാളെ ജോലിക്ക് ജോയിൻ ചെയ്യണ്ടെന്ന് അവർ പിന്നെ വിളിക്കാം. പ്രതാപനല്ലേ? അതെ. മോളുടെ ജോലി നഷ്ടപ്പെട്ടല്ലേ? നിങ്ങൾ ആരാണ്? ഞങ്ങൾ ആരെങ്കിലും ആവട്ടെ, രക്ഷിക്കാൻ എപ്പോഴും അവനുണ്ടാവണമെന്നില്ല. ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് നഷ്ടപ്പെട്ടത് ജോലിയാണെങ്കിൽ നാളെ നഷ്ടപ്പെടുന്നത് മകള് തന്നെയായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഹലോ ഹലോ ഹലോ, എന്താ അച്ഛാ? ആരെ വിളിച്ചേ? എന്താ പ്രശ്നം? മോളുടെ ജോലി കളഞ്ഞവരാ ബായിയുടെ ടീം. അങ്ങനെ ജോലി റെഡി ആയല്ലേ? കാത്ത് കാത്തൊരു ജോലി. കൺഗ്രാറ്റ്സ്. ഇതെന്തത് ഒരാളുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത എന്ത് പറ്റുമോട്ടാ? ഒന്നുമില്ലടാ, ജോലി ശരിയായില്ല. എല്ലാം റെഡിയായി, നാളെ ജോയിൻ ചെയ്യാൻ ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗോതാവട്ടാ? ഇല്ലടാ, ഒന്നുമില്ല. അച്ഛൻ്റെ സ്ഥാനവും സ്നേഹവും നൽകിയിട്ടുണ്ട് ഞാൻ പ്രതാപേട്ടന്. എന്താ ഏട്ടാ പ്രശ്നം? എന്നോട് പറ. അവരുടെ ആ ബായി അവരുടെ മോളുടെ ജോലി കളഞ്ഞത്. ഇനി മോളെ കൊല്ലുന്ന ഭീഷണി. കളിക്കാൻ നീ ഇറങ്ങിയപ്പം ആലോചിച്ചില്ല നീ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുണ്ടെന്ന്. ആരാടാ നീ? ഹായ്, ദേഷ്യപ്പെടലടാ. നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇവിടെ വേദന കൊണ്ട് പൊളയുന്നുണ്ട്. നീ ഒറ്റയ്ക്ക് വാ, എന്നിട്ട് പറ്റുമെങ്കിൽ നീ ഇവനെ രക്ഷിച്ചിട്ട് പോകും. ഞാൻ വരൂടാ. നീ അവനെ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ വരും. എൻ്റെ കൂട്ടുകാരനെ ഞാൻ രക്ഷിച്ചിരിക്കും. അത് അവന് എന്നിലുള്ള വിശ്വാസമാണ്. ആദ്യം നീ ഇങ്ങോട്ട് വാടാ, ബാക്കിയല്ല എന്നിട്ട്. എന്താ പ്രശ്നം? നമ്മുടെ ദിജീഷ് ചേട്ടൻ അവരുടെ കസ്റ്റഡിയിലാണ്. അവനെ രക്ഷിക്കണം, വാ നമുക്ക് പോവാൻ രക്ഷിക്കണം. ഞാൻ ഒറ്റയ്ക്ക് ചെല്ലണമെന്നാണ് അവരുടെ ഡിമാൻഡ്. ഇല്ലടാ, നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരും നിന്റെ കൂടെ. ചേട്ടൻ വരണ്ട. അവരെന്നോട് ഒറ്റയ്ക്ക് അല്ലല്ലേ വന്നത്. ഞാൻ പോയിട്ട് വരാം. നീ വന്നല്ലടാ. കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് എതിർഭാഗത്ത് ആരാണെന്നുള്ളതൊന്ന് ആലോചിക്കണ്ടടാ. എടാ, ബായി അറസ്റ്റ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ അവിടെ തീർന്നു നീ വിചാരിച്ച? ഈ കളി ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ലെന്ന് നിന്നെക്കാ കൂടുതൽ എനിക്കറിയാം. അപ്പം എല്ലാം അറിഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. ഞാനൊക്കെ എന്നും ജയിലിൽ കിടക്കുമെന്ന് വിചാരിച്ചോ നീ? ഞങ്ങൾ പിള്ളേർക്ക് ഡ്രഗ്സ് വിൽക്കുകയും ചെയ്യും, അവരെ കൊണ്ട് വിൽപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? അവരൊക്കെ നേർവഴിക്ക് നടത്താനായിട്ട് നീ ആരാടാ? അവരുടെ തന്ത. ഞാനൊരു പൗരൻ. ഓരോ പൗരന്റെയും കടമേടാ അത്. എന്തടാ, നിനക്ക് ഞങ്ങൾ തല്ലണോ? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടാ? അവൻ്റെ ഒരു കടമ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നീ ഇന്ന് രക്ഷപ്പെടില്ലടാ. ആ കടമ നിറവേറ്റാൻ വേണ്ടി നീ പോലീസിന് പിടിച്ചെടുത്ത ഞങ്ങളുടെ ബായി, അത് ഞങ്ങളുടെ വേറെ ഇരുത്തളാ. ഒരാൾ പോയാൽ 9 പേര് വരും. പിന്നെ ഞങ്ങളുടെ ബായി
ബായ് അടുത്ത ആഴ്ച ഇറങ്ങും. അതിനു മുമ്പ് നിന്നെ ഞങ്ങൾ തീർക്കും, ഇവിടെ വെച്ച് തീർക്കും. കോപ്പേ, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ പറഞ്ഞിട്ടല്ല പോന്നേക്കുന്നത്, തിരിച്ചങ്ങോട്ടേക്ക് ചെന്നേക്കാവുന്നത്. പിന്നെ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ എൻ്റെ ശരീരത്തിൽ കൈവച്ചാ ആ കൈ ഞാൻ വെട്ടിയിരിക്കും. അതിനുള്ള തൻ്റെ ഇടം ചങ്കൂറ്റം ഉള്ളതുകൊണ്ടാ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കണത്. ചാവാൻ പോകുന്നവൻ്റെ ഒരു ചങ്കുറ്റം പറഞ്ഞു കേട്ടു. ഏത് അപകടത്തിലും ചെന്ന് കയറുന്ന നിന്നെ പറ്റി. എവിടാ നീയൊക്കെ പിടിച്ചു വെച്ചേക്കണ ദിജീഷ്? നിന്റെ കൂട്ടുകാരനെ തൊട്ടാ നിനക്ക് നോവുമല്ലടാ. നീ കയറി വന്ന സ്ഥലം മാറിപ്പോയി. ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ നീയൊക്കെ ഇത്തരം ഡ്രഗ്സ് വയ്ക്കുമ്പോ നിന്നെയൊക്കെ പൂട്ടാനും വേണ്ട ആരെങ്കിലും ഒരാള്. എവിടാ ദിജീഷ്? ഇന്ന് വൈകുന്നേരം അറബിക്കടയിലെ മീനുകൾക്ക് ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്റെ കൂട്ടുകാരൻ്റെ ശരീരം കട്ട് ചെയ്ത് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഡ്രഗ്സ് നൽകുന്നത് ബായിക്ക് നൽകുന്നത് നീ. നിന്റെ പിന്നിൽ ആരാടാ? ജീവൻ വേണമെങ്കിൽ സത്യം പറയടാ. ഞാൻ എല്ലാം പറയാം. നിങ്ങളാരാ? അത് നീ അറിയേണ്ട സമയമായിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ചോദിച്ചതിന് മറുപടി പറ. നിനക്ക് ഡ്രഗ്സ് തരുന്നത് ആരാ? ഞാൻ പറയാം. മസൂദ് ഭായ്. മസൂദ് ബായ് അല്ലേ? നമ്മുടെ തീരങ്ങളിലേക്ക് മത്സ്യബന്ധന ബോട്ടുകൾ വഴി ഡ്രഗ്സ് എത്തിക്കുന്ന മസൂദ് ബായ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും അടങ്ങുന്ന ഗോൾഡൻ ക്രസൻറ്റ്, ഇന്ത്യൻ യുവത്വത്തെ വഴിതെറ്റിക്കുന്ന ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് വരുന്ന ഗോൾഡൻ ക്രസൻറ്റ്, അവിടേക്ക് ഞങ്ങളുണ്ടാ നിൻ്റെയൊക്കെ പിന്നാലെ, മസൂദ് ബായുടെ പിന്നാലെ. നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയാണ്. നീ ചെല്ല് നിന്റെ മസൂദ് ബായുടെ അടുത്തേക്ക്.